ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു പഴം നിറച്ചതാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ഈസി ടേസ്റ്റി പഴം നിറച്ചതാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ലൊരു ഇഫ്താർ സ്നാക്കും നല്ലൊരു 4 മണി പലഹാരമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു പഴം നിറച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പഴുത്ത പഴം എടുത്താലും കുഴപ്പമില്ല, കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുമാത്രമല്ല, ഇതുപോലെ പഴത്തിൻ്റെ മുകളിൽ കറുപ്പ് വന്നാൽ പലരും ഇത് ഉപയോഗിച്ച് കാണാറില്ല, അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ഈ ഒരു പഴത്തിൻ്റെ മുകളിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുമ്പോഴാണ് ഇതുപോലെ കറുത്ത ഷെയ്ഡ്സ് വരുന്നത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് പഴുത്ത് ഇതുപോലെ കറുപ്പ് വന്ന പഴമാണ് നമുക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ളത്. പിന്നെ പഴം നിറച്ചത് റെഡിയാക്കാൻ കുറച്ച് പഴുത്ത പഴം എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. സാധാരണ പഴം നിറച്ചത് മുഴുവൻ പഴത്തിലാണ് ചെയ്യാറ്. ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പഴം നിറച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് വൈറ്റ് അവലാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുമന്ന അവൽ എടുക്കാവുന്നതാണ്. പാൻ നന്നായി ചൂടായതിനു ശേഷം അവൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ തന്നെ ഈ ഒരു അവൽ കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പാകത്തിനുള്ള അളവിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വരണം. ആ ഒരു അളവിൽ റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഈ ഒരു അവൽ കൈകൊണ്ട് തന്നെ ഒന്നങ്ങ് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. മിക്സിയിലോട്ടൊന്നും പൊടിക്കാൻ പാടില്ല, ജസ്റ്റ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഈ ഒരു അവലിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര, അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവർ വേണം എന്നുള്ളവർക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് കുഴച്ച് വയ്ക്കുക. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി അല്ല, ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഓരോ പഴം എടുത്തിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് ആ ഒരു ഫില്ലിങ് വെക്കാവുന്ന തരത്തിലൊന്ന് മുറിച്ചെടുക്കുക. ഇതുപോലെ അങ്ങ് വിടർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം കുറച്ച് സ്ഥലം ഉണ്ടാവും. ആ ഒരു സ്ഥലത്തേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതൊന്ന് ഫില്ലിങ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കടലമാവിൻ്റെ മിക്സ് വെച്ചിട്ട് ഒന്നങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. പഴം മുറിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് മുറിക്കരുത്. ഒരു പകുതി ഭാഗം മാത്രം മുറിച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ശർക്കരയും അവലും ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് ഇരിക്കും. ഒരുപാട് ഫില്ലിംഗ് ഒന്നും വെക്കാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 2 ടീസ്പൂണൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ടാണ് പഴം കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് മുകളിലേക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലമാവ് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു ഫില്ലിങ് പുറത്ത് കാണാത്ത തരത്തിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. സൈഡ്സിലും ആക്കി കൊടുക്കണം. ഇനി ഈ ഒരു പഴം നിറച്ചത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കുക. പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ എല്ലാ സൈഡ്സും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എല്ലാ പഴത്തിൻ്റെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ആക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രൗൺ കളറാവുന്ന സമയം വരെ, ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയം വരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക.
രണ്ട് സൈഡ്സും കൂടെ ഫ്രൈ ആക്കി എടുക്കണം. എല്ലാ ഭാഗത്തും അതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. നോമ്പിനും അല്ലാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തിയാണ്, വളരെ ഈസിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് കുറേ അധികം പലഹാരങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് തേങ്ങയും ശർക്കരയുള്ള ഫില്ലിങ്ങാണ് ഇഷ്ടമെങ്കിൽ അത് വെക്കാവുന്നതാണ്, നമ്മൾ ഉന്നക്കായലൊക്കെ ചെയ്യുന്നത് പോലെ. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് ഇതുപോലെ ഒരു ഫില്ലിങ്ങും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക്